ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ VK ഫോട്ടോക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോണി ആൽഫ ക്യാമറകളുള്ളൊരു മോഡാണ് SNQ മോഡ്, സ്ലോ ഓർ ക്വിക്ക് മോഷൻ മോഡ് എന്നാണ് പറയുന്നത്. ഇത് ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ മോഷൻ അല്ലെങ്കിൽ ക്വിക്ക് മോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ബെനിഫിറ്റ്, നിങ്ങളൊരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറോ ഇവൻറ്റ് ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, അതേപോലെ സിനിമാറ്റിക് വീഡിയോസൊക്കെ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു യൂസ്ഫുൾ ആണ്. കാരണം 100 or 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമ്മൾ നോർമൽ വീഡിയോ എടുത്തിട്ട് അതിന് പ്രോസസ്സിൻ്റെ സമയത്ത് സ്ലോ ഡൗൺ ഒക്കെ ആക്കിയിട്ടാണ് പലരും ചെയ്യുന്നത്. സ്ലോ മോഷനോ അല്ലെങ്കിൽ ടൈം ലാപ്സ് പോലെയുള്ള വീഡിയോസ് നമുക്ക് സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ ക്യാമറ നമുക്ക് കിട്ടും. സോ ഇതിനെക്കുറിച്ചുള്ള ഇൻ ഡെപ്ത് ആയിട്ടുള്ള നോളജ് അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിനിമാറ്റോഗ്രഫി അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോഗ്രഫി ഏരിയയിൽ ഒരു ജമ്പ് തന്നെ ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. സോ നമ്മളിന്ന് എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സ്, ഏതൊക്കെ ഫോർമാറ്റിൽ ഏതൊക്കെ രീതിയിലുള്ള ഫ്രെയിം പെർ സെക്കൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, ഇതിൻ്റെ പ്രോസ്, ഇതിൻ്റെ കോൺസ്, അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ട SD കാർഡിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്. ഇതിന് നിങ്ങളുടെ വീഡിയോഗ്രഫി അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സ്റ്റേ ട്യൂൺ. നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ പറയുന്നതായിരിക്കും. സോ വിതൗട്ട് ഫർദർ ഡ്യൂ നമുക്ക് വീഡിയോയിലോട്ട് വരാം. സോ എന്താണ് SNQ മോഡ്? സിമ്പിളാണ്. സ്ലോ മോഷനോ അല്ലെങ്കിൽ ക്വിക്ക് മോഷനോ ആയിട്ടുള്ള വീഡിയോസ് ക്യാമറയിൽ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫുട്ടേജ് എടുത്തതിന് ശേഷം നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എത്ര ഫ്രെയിം പെർ സെക്കൻഡ് ആണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള 2x അല്ലെങ്കിൽ 4x അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വീഡിയോസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ക്യാമറയിൽ 2 TV ഫോർമാറ്റ്സ് ഉണ്ട്. ഒന്ന് PAL ഫോർമാറ്റും ഒന്ന് NTSC എന്ന് പറയുന്ന ഫോർമാറ്റും. സോ നമ്മൾ ചില സമയത്തൊക്കെ കാണാറുണ്ട്, നമ്മുടെ ലൈറ്റിന് അഗെയിൻസ്റ്റ് ആയത് ഇൻഡോറിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലിക്കറിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഫോർമാറ്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ, യൂറോപ്പ് എന്ന് പറയുന്ന ഏരിയകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് PAL ഫോർമാറ്റാണ്. കാരണം നമ്മുടെ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 Hz ഒക്കെയാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ജപ്പാൻ, അതുപോലെ US ആ ഏരിയയിലൊക്കെ NTSC ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ 2 ഫോർമാറ്റ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഇന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് PAL ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് 100 ഫ്രെയിം പെർ സെക്കൻഡാണ്. NTSC ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് 120 ഫ്രെയിം പെർ സെക്കൻഡാണ് സോണി A7 IV കിട്ടുന്നത്. സോ 5x സ്ലോ മോഷൻ വരെയൊക്കെ നമുക്ക് NTSC വെച്ചിട്ട് കിട്ടും. പക്ഷേ അത് നമ്മളൊരു ഇൻഡോറിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഫ്ലിക്കറിങ് ഉണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് 100 ഫ്രെയിം പെർ സെക്കൻഡാണ് PAL വെച്ചിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം PAL എന്നുള്ള ഒരു ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ടും കൂടിയാണ് നമ്മുടെ വീഡിയോ പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഞാനൊരു ഇൻട്രോ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെനുവിനകത്ത് സെറ്റപ്പ് ഓപ്ഷൻസിനകത്ത് ഏരിയ ആൻഡ് ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്ത് NTSC ഓർ PAL സെലക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്യുക. NTSCയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതിലെടുത്ത വീഡിയോ അതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ഫോർമാറ്റ് മാറ്റുക. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. സോ SNQ സെറ്റിങ്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഈ ഒരു ഡയൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മാറ്റിയിട്ട് SNQ എന്ന് പറയുന്ന മോഡിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, സോ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ മുകളിൽ കാണാൻ പറ്റും SNQ എന്ന് എഴുതിയിട്ട്. സോ SNQയിലോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ മെനുവിൽ പോയി ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഷൂട്ടിങ്ങിനകത്ത് പോവുക. ഷൂട്ടിങ്ങിനകത്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും SNQ സെറ്റിങ്സ് എന്ന്. സോ ഇതിനകത്താണ് നമ്മൾ ഫുൾ ചേഞ്ചസ് വരുത്തേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് റെക്കോർഡിംഗ് ഫ്രെയിം റേറ്റ്, ഒന്ന് ഫ്രെയിം റേറ്റ്, പിന്നത്തെ റെക്കോർഡിംഗ് സെറ്റിങ്സ്. സോ ഈ 3 സെറ്റിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലോ മോഷനാണോ ക്വിക്ക് മോഷനാണോ വേണ്ടെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റെക്കോർഡിംഗ് ഫ്രെയിം റേറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്നാണ്. ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത് PAL ഫോർമാറ്റാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 3 ഓപ്ഷൻസേ വരുള്ളൂ. ഒന്ന് 100 പെർ സെക്കൻഡ്, ഒന്ന് 50 ഫ്രെയിം പെർ സെക്കൻഡ്, ഒന്ന് 25 ഫ്രെയിം പെർ സെക്കൻഡ്. സോ ഞാനിവിടെ 25 ഫ്രെയിം പെർ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ 25 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുക. അതിന് ഈ ഫ്രെയിം റേറ്റിനകത്ത് എത്ര ഫ്രെയിം പെർ സെക്കൻഡിൽ കറൻ്റ് ഇത് ക്യാപ്ചർ ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അതാണ് ക്യാപ്ചർ FPS. സോ ഇവിടെ 100 കൊടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 4x സ്ലോ മോഷനിൽ അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമ്മൾ 50 കൊടുത്തെന്ന് വെച്ചാൽ 2x സ്ലോ മോഷനിലോട്ട് മാറും.
25 കൊടുത്തെന്ന് വെച്ചാൽ അത് നോർമൽ വീഡിയോ ആയിട്ട്, കാരണം ഔട്ട്പുട്ട് വീഡിയോയും 25 ആണ് ഇത് വരും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 12 ഫ്രെയിം പെർ സെക്കൻഡ് കൊടുക്കുകയെന്ന് വെച്ചാൽ 2.8 ക്വിക്ക് മോഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്വിക്ക് മോഷൻ പറയുമ്പോൾ ടൈം ലാപ്സിലോട്ട് പോകും. അതേപോലെ 6 ഫ്രെയിം പെർ സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ 4.60 അങ്ങനെ ക്വിക്ക് മോഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1x കൊടുക്കുകയാണെങ്കിൽ 25 ടൈംസ് ഫാസ്റ്റർ ആയിട്ട് എടുക്കുന്ന വീഡിയോ റൺ ചെയ്യും. ആൻഡ് ഇവിടെ നമ്മളത് മാറ്റിയിട്ട് 100 ഫ്രെയിം പെർ സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ 100 ടൈംസ് ഫാസ്റ്റിൽ അത് റൺ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ 50 ആണ് കൊടുക്കുന്നതെങ്കിൽ 50 ടൈംസ് ഫാസ്റ്ററിൽ. ഇങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുക. അടുത്തതാണ് റെക്കോർഡിംഗ് സെറ്റിങ്സ്. റെക്കോർഡിംഗ് സെറ്റിങ്സിനകത്താണ് ഏത് കളർ സെറ്റ് ചെയ്യണം, അതായത് 8 ബിറ്റ് വേണോ 10 ബിറ്റ് വേണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ഇതാവുന്നത്. ഇപ്പം നമ്മുടെ വീഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് HD ഫോർമാറ്റിലാണ്. അത് കാരണം കൊണ്ടാണ് ഇവിടെ 8 ബിറ്റ് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുറകിലോട്ട് പോയിട്ട് ഫയൽ ഫോർമാറ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മളിവിടെ 4K കൊടുക്കാം. ഓക്കെ, ഈ 4K കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ SNQ മോഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 25 ഫ്രെയിം പെർ സെക്കൻഡും 50 ഫ്രെയിം പെർ സെക്കൻഡും മാത്രമേ ഉള്ളൂ. ഓക്കെ, 100 ഫ്രെയിം പെർ സെക്കൻഡ് ഇതിന്ന് പോയിരിക്കുന്നു. സോ അതിൻ്റെ അർത്ഥം 4Kയിൽ നമുക്ക് 100 ഫ്രെയിം പെർ സെക്കൻഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല സോണി A7 IV കേസിൽ. ഓക്കെ, സോ ഇവിടെ 25 ഫ്രെയിം പെർ സെക്കൻഡ് കൊടുക്കുന്നു, ഇവിടെ 50 ഫ്രെയിം പെർ സെക്കൻഡ് കൊടുക്കുമ്പോൾ 2x സ്ലോ മോഷനാണ് കിട്ടുന്നത്. അതായത് HDയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് 4x സ്ലോ മോഷൻ കിട്ടുന്ന സ്ഥാനത്ത് ഇവിടെ 4Kയിൽ വരുന്ന സമയത്ത് 2x ആണ് നമുക്ക് സ്ലോ മോഷൻ കിട്ടുന്നത്. 15x വരെയൊക്കെയാണ് ക്വിക്ക് മോഷൻ കിട്ടുള്ളൂ, മറ്റേത് 100x വരേക്കുള്ള ക്വിക്ക് മോഷൻ കിട്ടുമായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ റെക്കോർഡിംഗ് സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ 10 ബിറ്റ് കളർ പ്രൊഫൈൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നോർമൽ വീഡിയോയിലായാലും HDക്ക് അകത്ത് 8 ബിറ്റ് തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ, 4Kക്ക് അകത്ത് മാത്രമാണ് 10 ബിറ്റ് കളർ പ്രൊഫൈൽ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് വന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. ഇത് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. നിങ്ങളത് മാറ്റി ജസ്റ്റ് വാല്യൂസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തെന്ന് വെച്ചാൽ അത് ഈസി ആയിരിക്കും. ഫോർ കെയിൽ പാലിനകത്ത് നമുക്ക് കിട്ടുന്ന ഫ്രെയിം പെർ സെക്കൻഡ്സ് ആണ്, അതായത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇത്രയും. അതേപോലെ റെക്കോർഡിംഗ് പ്ലേ ബാക്ക് 25 മുതൽ. സോ NTSC വരുന്ന സമയത്ത് 25 ഫ്രെയിം പെർ സെക്കൻഡ് മാറിയിട്ട് 24 ഫ്രെയിം പെർ സെക്കൻഡ് ആവും. അതേപോലെ 30 ഇൻക്ലൂഡഡ് ആവും, 60 ഇൻക്ലൂഡഡ് ആയിരിക്കും. 24 ഫ്രെയിം പെർ സെക്കൻഡിലോ അല്ലെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലോ നമുക്ക് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 2.5x വരേക്ക് നമുക്ക് അതിന് സ്ലോ മോഷനും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുൾ HD വരുന്ന സമയത്ത് പാൽ കണ്ടീഷനിൽ ഇവിടെ ഒരു 100 കൂടി അഡീഷണൽ ആഡ് ആവും. അപ്പോൾ നമുക്ക് പ്ലേ ബാക്ക് 50ൽ നമുക്ക് ചെയ്യാൻ പറ്റും. 4x സ്ലോ മോഷൻ കിട്ടും. സോ NTSC ആണെങ്കിൽ ഇവിടെ 120 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് കൂടുന്നത്, അപ്പോൾ 5x സ്ലോ മോഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പോൾ 120 ആകുമ്പോൾ 120x ക്വിക്ക് മോഷനും നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100x ക്വിക്ക് മോഷനും പാൽ സെറ്റിങ്സിനകത്ത് അവൈലബിൾ ആണ്. കുറച്ച് യൂസ് കേസും സാമ്പിൾ സെറ്റിങ്സുമാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു വാട്ടറിൻ്റെ സ്ലോ മോഷൻ വീഡിയോസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ലോ വാക്ക്, അതുപോലെ ഹെയറിൻ്റെ ഒക്കെ അങ്ങനെ മൂവ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽ സെറ്റിങ്സിനകത്ത് 100 ഫ്രെയിം പെർ സെക്കൻഡ് ഇട്ടിട്ട് റെക്കോർഡിംഗ് ഫൈനൽ ഔട്ട്പുട്ട് 25 ഇട്ടെന്ന് വെച്ചാൽ നമുക്കൊരു ഫുൾ HDയിൽ 4x സ്ലോ മോഷൻ കിട്ടും. വൈൽഡ് ലൈഫ് കാറ്റഗറീസിലൊക്കെ പോകുകയാണെങ്കിൽ NTSC യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 120 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു 5x വരേക്ക് സ്ലോ മോഷൻ കൊണ്ടുവരാൻ പറ്റും. ഒരു വെഡിങ് ഇവൻ്റ് ഒക്കെ കവർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതൊരു ഇൻഡോർ ആയിരിക്കും, അപ്പോൾ നമുക്ക് NTSC യൂസ് ചെയ്യാൻ പറ്റില്ല. പാൽ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഒരു 50ൽ 25 ഫ്രെയിം പെർ സെക്കൻഡ് ഇട്ടെന്ന് വെച്ചാൽ 4K ഫുട്ടേജ് 2x സ്ലോ മോഷനിൽ നമുക്ക് അടിപൊളി സിനിമാറ്റിക് സ്മൂത്ത്നെസ് നമുക്ക് അതിനകത്ത് കിട്ടും. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു നേച്ചറിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ട്രാഫിക് അങ്ങനത്തെ ഒരു ടൈം ലാപ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് പാലാണെങ്കിലും NTSC ആണെങ്കിലും യൂസ്ഫുൾ ആണ്. സോ ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഒത്തിരി സിനാരിയോസും യൂസ് കേസസും ഉണ്ട്, ബട്ട് ഞാൻ കുറച്ച് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. സോ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, CF എക്സ്പ്രസ് കാർഡ് റിയലി റിക്വയർഡ് ആണോ നമ്മുടെ സോണി A7 IV. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങളത് വാങ്ങിക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി കണ്ടിരിക്കണം ആ വീഡിയോ. കാരണം അത് അത്രയ്ക്ക് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഒരു ടേബിളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് പാലിലായിക്കോട്ടെ NTSCയിലോ ആയിക്കോട്ടെ ഏതൊക്കെ വേർഷൻസ് SD കാർഡ്സ് നമുക്ക് ആവശ്യം വരും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമുക്ക് പാൽ ഫോർമാറ്റിൽ 4K നമുക്ക് നോക്കാം. ആ ഫയൽ ഫോർമാറ്റ് HVC SO HS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ B90 SD കാർഡ് വേണം. അതിൻ്റെ ഡിഫറെൻറ്റ് സെറ്റിങ്സ് യൂസ് ചെയ്യാൻ. XAVC SI എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് CF എക്സ്പ്രസ്
ടൈപ്പ് എ കാർഡ് തന്നെ വേണം. അതൊരു ഹൈ റെസൊല്യൂഷൻ ഔട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആ ഒരു ഫോർമാറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സ്പേസ് നമുക്ക് നഷ്ടമാകും. അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതവിടെ മൂവി ഫോർമാറ്റ്സിനകത്ത് XAVC-S 4K എന്ന് പറയുന്നതും അതുപോലെ XAVC-S HD എന്ന് പറയുന്നതും ഈ രണ്ട് ഫോർമാറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. XAVC-SI എന്ന് പറയുന്ന HD-ക്ക് ഇതിനൊക്കെ കൂടുതൽ സ്പേസ് റിക്വയർഡ് ആണ്. സോ ഈ ഒരു രണ്ട് ഫോർമാറ്റ് ഇനഫ് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഒറ്റ സിനാരിയോ ഇല്ല, ആ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് 4K വിഷ്വൽസ് എടുക്കണമെങ്കിൽ മാത്രം മതി CF Express കാർഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഇതേപോലെ ചാർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. ഫുൾ HD ഒക്കെ റൺ ചെയ്യാൻ V60 മതി. എക്സെപ്റ്റ് XAVC-SI എന്ന് പറയുന്ന ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ V90 കാർഡ് വേണം. TSCയിലും സെയിം സിനാരിയോയിലാണ് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് CF Express കാർഡിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സിനാരിയോയിലും V90 അല്ലെന്നുണ്ടെങ്കിൽ V60 കാർഡുണ്ട് നമുക്ക് യൂസ്ഫുൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന കാർഡുകളിൽ നിന്നൊക്കെ ലിങ്കുകൾ ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുത്തേക്കാം. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു കമ്മീഷനൊക്കെ കിട്ടും. അത് നിങ്ങളുടെ ആ പ്രൈസ് പോയിന്റിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യുകയും ചെയ്യില്ല. സോ ഞാൻ പറയുന്ന ഒരു V90 കാർഡ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 98% സിനാരിയോസും കവർ ചെയ്യും. ഓൺലി XAVC-XI എന്ന് പറയുന്ന അതിൽ 4K ഫുട്ടേജ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് CF Express കാർഡിൻ്റെ ആവശ്യമുള്ളൂ. സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമുക്കിത് ഒരിക്കലും പോസ്റ്റ് പ്രോസസ്സ് ചെയ്തിരുന്ന സമയത്ത് സ്ലോ ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുക, അപ്പോൾ ഒരു പോസ്റ്റ് പ്രോസസ്സിൻ്റെ ഒരു ഹെഡേക്ക് വേണ്ട. അതുപോലെ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് 4K-ലാണെങ്കിലും HD-ലാണെങ്കിലും നമുക്ക് ഔട്ട് കിട്ടും. സോ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസും കൂടി നമുക്ക് കുറച്ച് പറയാനുണ്ട്. SNQ മോഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 120 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് 4K-ലില്ല, അത് HD-ൽ മാത്രമേ ഉള്ളൂ. ഹയർ ഫ്രെയിം റേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫാസ്റ്റർ ആയിട്ടുള്ള SD കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഹയർ ISO-ലൊക്കെയാണ് നമ്മൾ റൺ ചെയ്യുന്നത് വെച്ചാൽ ഡെഫിനറ്റ്ലി ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ വരും. ലോ ലൈറ്റ് വരുന്ന സമയത്ത് പാൽ ഫോർമാറ്റിൽ നിന്ന് NTSC-ലോട്ട് സ്വിച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഫ്ലിക്കറിങ് വരും. NTSC-ൽ മാത്രമേ ഉള്ളൂ 120 ഫ്രെയിം പെർ സെക്കൻഡ് HD-ൽ വർക്ക് ചെയ്യുക. അത് നമ്മുടെ പാലിനകത്താണെങ്കിൽ 100 ഫ്രെയിം പെർ സെക്കൻഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രിയേറ്റീവ് ലുക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ SNQ യൂസ് ചെയ്യുന്ന സമയത്ത് മാനുവൽ എക്സ്പോഷർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പാൽ ഫോർമാറ്റിൽ ഒരു 100 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള 200 ഫ്രെയിം പെർ സെക്കൻഡ് ഷട്ടർ സ്പീഡ് കൊടുക്കുക. സോ 125 ആണെങ്കിൽ 250 ഫ്രെയിം പെർ സെക്കൻഡ് NTSC-ക്ക് കൊടുക്കുക. സോ നമുക്കൊരു ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫുട്ടേജാണ് നമുക്കപ്പോൾ കിട്ടാൻ പോകുന്നത്. ഔട്ട്ഡോർ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ND ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ലൈറ്റിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പോഷർ കിട്ടും. നമ്മൾ എക്സ്പോഷർ ആംഗിളിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒന്നുകിൽ ISO കൂടിയിട്ട് ഗ്രെയിൻസ് ഇതാവും, ഒന്നുകിൽ അപ്പർച്ചർ ഡൗൺ ആയിട്ട് നമ്മുടെ ബൊക്കെ നഷ്ടപ്പെടും, അതല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് കൂടെ കുറേ ചെയ്തിട്ട് നമ്മുടെ സ്മൂത്ത്നെസ് കുറയും, അതായത് നമ്മുടെ വീഡിയോൻ്റെ ഫ്ലോ കുറയും. ഇത്രയേ ഉള്ളൂ നമ്മുടെ SNQ സെറ്റിങ്സിനെ കുറിച്ചുള്ള വീഡിയോസ്. ഇതിനകത്ത് നമ്മൾ ഇൻഡെപ്തായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ മെനുവിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ഇപ്പോൾ അവിടെ 15 ഫ്രെയിം പെർ സെക്കൻഡ് ഫ്രെയിം റേറ്റും അതേപോലെ തന്നെ റെക്കോർഡിംഗ് ഫ്രെയിം റേറ്റ് 25 സെക്കൻഡ് കൊടുത്തപ്പോൾ 2x സ്ലോ മോഷൻ വന്നു. അങ്ങനെ നമുക്ക് അവിടുന്ന് ഈസിലി നമുക്കത് മോഡിഫൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഒത്തിരി പേര് കമൻറ്റ്സ് ഇടുന്നുണ്ട്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പല കമൻറ്റുകളും വരുന്നുണ്ട്. സോ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. See you in next video. Bye bye. Happy shooting.